സുപ്രഭാതം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ എന്താ വന്ന് വെറുപ്പിക്കുന്നത് നിങ്ങൾ വിചാരിക്കും. നോ, ആക്ച്വലി ഒരു ഡേ ഇൻ അവർ ലൈഫ് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ കുറേ ആയല്ലോ ഒരു ഡേ ഇൻ അവർ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ കരുതി വന്നേക്കാണ് കേട്ടോ. എന്താവുന്നൊന്നും അറിയാൻ പാടില്ല, ഒരു അവസാനം ഉണ്ടായാൽ മതിയായിരുന്നു ഈ ഒരു വ്ളോഗിന്. അപ്പം ഞങ്ങൾ രാവിലെ നല്ല എണീച്ചേക്കുന്നത്. ക്ലൈമറ്റ് ഓൾമോസ്റ്റ് കുറച്ചൊരു മൂടിയാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒരു 11:30 എന്തൊക്കെയോ ആയിക്കുക എണീക്കുമ്പം തന്നെ. ഇപ്പം ടൈം അത്രയൊക്കെ ആയിക്കുക. ആൻഡ് ഓളാണെങ്കിൽ എണീച്ചിട്ടുണ്ട്, ബാത്റൂമിൽ പോയി കുളിയും നനയും ഒക്കെ ആയിട്ട്. ഞാനിപ്പോൾ പല്ലും കൂടി തേച്ചിട്ടില്ല, പല്ലൊക്കെ തേക്കണം. അപ്പം നമുക്ക് ഇന്നൊരു ദിവസം എന്തൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ഇന്ന് പലതും നടക്കാം ഗൈസ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് ടിൽ ദി എൻഡ്. ഓക്കെ, അപ്പം നമുക്ക് കാണാം. ആദ്യം തന്നെ പല്ല് തേക്കാം. ഞാൻ എൻ്റെ ബ്രഷ് കിച്ചണിൽ ഏതോ ഒരു കോർണറിലാണ് കേട്ടോ. എന്താ ബേബി? ഒന്നുമില്ല. ഓക്കെ, ഞാൻ എൻ്റെ ബ്രഷ് കിച്ചണിൽ ഏതോ ഒരു കോർണറിലാണ് വെക്കുക, ഇവള് വേറൊരു കോർണറിലാണ്. ഓക്കെ, അത് ഞങ്ങൾ പല്ല് തേക്കാം. ഓളിപ്പോ കുളിക്കുന്നു കേട്ടോ. ഓള് എന്താണ് ഭയങ്കര നാറ്റം വന്നിട്ടൊക്കെയാണ് കുളിക്കുന്നത്. അങ്ങനെ പല്ല് തേക്കാം. ഞാൻ പേസ്റ്റ് എടുക്കാം. പേസ്റ്റ് ഇല്ലല്ല. ഓ മോളെ, കുറച്ച് പേസ്റ്റ് ഒക്കെ എടുക്കുള്ളൂ. ഇവളെ എടുക്കുന്ന തൊട്ട് ഇവളെ ഇല്ല, അതാണ് ഇവളെ എടുക്കുന്ന തൊട്ട് ഒരു ലോഡ് ബ്രഷിനെ പൊതിഞ്ഞിട്ടൊന്നും എടുക്കാൻ എനിക്ക് അറിഞ്ഞൂട്ടോ. അങ്ങനെ എടുക്കാനും പാടില്ല. ഒരു തുള്ളി എടുത്തിട്ടാണ് നമ്മൾ പല്ല് കേൾക്കേണ്ടത്. അല്ലാണ്ട് ഒരുപാട് എടുത്ത് ഞാൻ ബ്രഷിന് തന്നെ ശ്വാസം മുട്ടുന്ന രീതിക്ക് എടുക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് പല്ലേക്കാൻ പോവാം. ഡ്രസ് ഇട്. അങ്ങനെ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞു. ചൂടുവെള്ളം കുടിക്കാം. പിന്നെ വേറൊരു ഇതെന്താ വെച്ചാൽ, എനിക്ക് പല്ല് തേക്കുമ്പോൾ ഒക്കെ കുറച്ചൊരു എന്താ പറയുക, എനിക്ക് എൻ്റെ പല്ലുകൾ ഫീൽ ചെയ്യാൻ പറ്റൂല. ബിക്കോസ് ഇപ്പോൾ വെനീസ് ചെയ്തുകൊണ്ട് തന്നെ കണ്ടോ, ഈ പല്ലൊക്കെ ഭയങ്കരമായിട്ട് നിരക്ക് വന്നിക്കുന്നു. ഇത് ആക്ച്വലി ടെമ്പററി ആണ്. ഇനിയിപ്പോൾ മൺഡേ പോയിട്ട് പെർമനൻറ്റ് ആയിട്ട് നമ്മൾ എന്താക്കും, വെനീസ് ചെയ്യും. അപ്പോൾ ഒന്നും കൂടെ ഒരു നാച്ചുറൽ ഫീല് തോന്നിക്കും. എൻ്റെ ആ പൊട്ടിയ പല്ലുകളൊക്കെ പോയിപ്പോൾ നേർക്ക് വന്നിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തേക്കുന്ന പ്രൊസീജിയർ. ഇപ്പം ഈ ഒരു ടെമ്പററി സംഭവം ചെയ്തുകൊണ്ട് തന്നെ എനിക്കെന്താക്കൂല, പെർമനൻറ്റ് വെക്കുമ്പോൾ ആ ഒരു ന്യൂ സാധനം പോലെ ഫീൽ ചെയ്യൂല. അപ്പോൾ വെള്ളം കുടിക്കാം. അപ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കാം. ഇനിയിപ്പോൾ വെള്ളം ചൂടാകുന്നവരെ ഇവിടെ ഇന്നൊന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കാറുണ്ട്. നമ്മൾ ക്ലീനിങ് ടീം വൃത്തിയാക്കി ജയഗാർഡ് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ എന്താക്കിയില്ല, ഈ വീടും പരിസരവും തൊട്ടിട്ടില്ല. സോ ഇറ്റ് ഷുഡൻ ബി ലൈക്ക് ദാറ്റ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ക്ലീൻ ചെയ്ത് പോയെന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് നിൽക്കരുത്. നമ്മൾ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ വേഴ്സ്റ്റ് ആയിട്ട് പിന്നെയും ബാക്ക് ടു നോർമൽ ഈസിലി ആവും അല്ലേ. ഓക്കെ, സോ നമ്മളെ മൈക്കിനൊക്കെ പണി കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ, ചെറുതായിട്ട് കുറച്ച് പരിപാടികൾ, എന്താ ഇവിടെ വിളിച്ചല്ലാത്തത്, ചെറുതായിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അത് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഓക്കെ, ഇന്നലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായി. മുട്ടയൊക്കെ തന്നെയാണ് മെയിനായിട്ട് വാങ്ങിയത്. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടുക്കി പറക്കി വെക്കാം. മോളുടെ ചെറുതായിട്ടുള്ള പരിപാടിക്ക് മുന്നേ കമ്മലിട്ട് തരാം. എനിക്കിവിടെ കമ്മലിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കാം. വാത എവിടെ ഉണ്ട്, ഇങ്ങോട്ട് വായിരിക്കാം. ആവശ്യമൊന്നുമില്ല നിൽക്കുന്നത്. നിങ്ങൾ ഇരിക്കും, ഫീൽ അറ്റ് ഹോം. അതെനിക്ക് കിട്ടുക. നമ്മളോരോ പരിപാടിക്കൊക്കെ പോകുമ്പോൾ വേറെ ഫാൻസി കമ്മലിടുമ്പോൾ നമ്മൾ സ്വർണ്ണത്തിൻ്റെ ഊരി വെക്കുന്നതാണ്. ഇട്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതെനിക്ക് അവൾ വാങ്ങി തന്ന കമ്മലാട്ടോ. മുഖത്ത് കുരു വന്നിട്ടല്ലോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും മുഖത്ത് കുരുകൾ വന്നിക്കുന്നു.
എനിക്ക് ഫാൻസി ആയിരുന്നു കൂടുതൽ, ഇവക്കാണ് ഗോൾഡിൻ്റെ ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബിബിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ നമുക്ക് വാങ്ങാൻ ഒരു ചാൻസ് കിട്ടിയതല്ലേ ബി. അപ്പം അങ്ങനെ നമ്മൾ നേരെ പോയി വാങ്ങിയതാകുമ്പോൾ കാതുമ്മ കിടന്നോളും താനും, സ്വർണവുമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോയി വാങ്ങിയൊന്നും നോക്കിയില്ല. ഫാൻസി ഇട്ടിട്ടിട്ടിട്ടേ ഇത് നമുക്ക് അതുമ്മ കിടന്നോളും. ഇതൊന്നും ഉള്ളി കയറണോ? ഓ നഖവും വെച്ചേക്കണോണ്ട് ഇത് ബേബിനെ ഇട്ട് തരേണ്ടി വരും ബാക്ക്. എനിക്ക് ഒന്നും പറ്റില്ല. മുടി ഒന്ന് കെട്ടി വെക്ക് ബാക്കിലേക്ക്. അത് കയറിയാ സംഭവോ അടഞ്ഞിക്ക്, അതാണ് സാധനം. എനിക്ക് തോന്നുന്നു കുറച്ച് തൂക്കൊള്ളാകുമ്പോൾ വീട്ടിൽ വെറുതെ ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരും. ചുങ്ങോണ്ടിരിക്കും. ഹോളടഞ്ഞു പോയതാ. ഇടണ്ട ഇടണ്ട. ഇട്ടിട്ടിട്ട് അപ്പൊ എങ്ങനെ പുറകിൽ വന്നാ? വലുത് പുറകിൽ വന്നാ? ഒക്കെ വന്നിക്കുന്നുണ്ടല്ലേ. വെറും വയറ്റില് പെയിൻ തന്നത് അപ്പുറത്ത് ഇത് പുറകോട്ട് വന്നാ? ഷുഗർ മോളുടെ നേർത്തതാണ്, ഒരു കുഴപ്പമില്ല. മോളുടെ പിന്നെ ചെവിടത്തോളം വലുതാണ്. ഉള്ള ചെവി തന്നെ വലുതാണ്. എൻ്റെ ചെവിയാണ് ഈ അടക്കാക്കുരുവിൻ്റെ തൊട്ടിരിക്കുന്നത്. ഇത് വലിയ സീനില്ല. അത് തിരെ കമ്മല് ഇടലുണ്ടല്ലോ, കമ്മല് പിന്നെ പക്ഷേ എനിക്കറിയില്ല. വർക്കൗട്ട് ചെയ്തിട്ട് വേദന എടുക്കണ്. കൈ തിരിക്കാൻ പറ്റുള്ള വഴിക്ക് പറ്റണ്ട. ഞങ്ങൾ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. അപ്പം നല്ലോണം ഫുഡ് കഴിക്കാൻ പറഞ്ഞു ട്രെയിനർ. നല്ല ഉറങ്ങാനും പറഞ്ഞേക്കണം. ഉറക്കമൊക്കെ തോന്നിയോട്ടാണ്. പക്ഷെ ഇന്നലെ ഉറങ്ങിയിട്ടാ, 12 മണിക്ക് മുന്നേ ഉറങ്ങി. എന്തേ? അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ 2 മണി 3 മണി ഇങ്ങനെയൊക്കെ ആവും. വെറുതെ ഇങ്ങനെ TV ഒക്കെ കണ്ടിരിക്കും. ഉറക്കുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാനുള്ള ഒരു മനസ്സില്ല. അതാ ഇന്നത്തെ പടത്തിന് ബുക്ക് ചെയ്തില്ലല്ലോ ബേബി? ഇല്ലല്ലോ, ബുക്ക് ചെയ്യാം. ഓക്കെ. എവിടെ പോകുന്നു നമ്മള്? ഫോറം അതിലുണ്ടെങ്കിൽ ഫോറം. അതാകുമ്പോൾ ലുലുവിൻ്റെ അത്ര തിരക്കില്ല. ഞങ്ങള് മൂവി കാണാൻ പോവാണ്, സർവമായി. കുറേ ദിവസമായി കുറേ ആൾക്കാർ റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായി, നമ്മളത് കാണണം, നമ്മളോട് പോയി കാണുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഫണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. നിവിൻ പോളിയുടെ കംബാക്ക് ആണെന്നൊക്കെ പറയണ്ടല്ലോ പിന്നെ. അപ്പം അത് പോയി ഇന്ന് കാണണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നു. ബട്ടർഫ്ലൈയുടെ കമ്മലിടുന്നു. ഇത് തുറന്നതാ പെണ്ണുപിള്ള. പെണ്ണുപിള്ള എന്ന് പറഞ്ഞാൽ പ്ലാജിസ്റ്റൈലിൻ്റെ ഒക്കെ വിവരമില്ലല്ലോ. എല്ലാവരും തിരക്കിലായിരിക്കും. നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ്. എന്തൊക്കെയാണ്. പിന്നെ കുറച്ച് പേരുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് യൂട്യൂബ് അത്ര താല്പര്യമില്ല എന്ന് തോന്നും. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറാക്കി ഇപ്പം എടുക്കണ്ട എന്നുള്ളൊരു തോട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇത് നമ്മുടെ കരിയറാണ്, വ്ളോഗിങ് ഇഷ്ടമാണ്, യൂട്യൂബർ ആവുക എന്നുള്ളത് ആണല്ലേ. ഞങ്ങള് ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഞങ്ങളെല്ലാം ഒന്ന് ട്രാക്കിലാവുന്നേ ഉള്ളൂ. ബിഗ് ബോസ് എന്ന് ഇറങ്ങിയതിൻ്റെ ആ ഒരു എഫക്റ്റ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇങ്ങോട്ട് വിട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് മൊത്തത്തിൽ വിട്ടുങ്ങാൻ ഞങ്ങൾ എന്താണ് ട്രാക്കിലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സെറ്റാവും ആണ് എല്ലാം സെറ്റ്. പിന്നെ എല്ലാം നമ്മൾ ഇറങ്ങിയതിന് ശേഷം ആ ഒരു സാധനം ഇറങ്ങിയതിന് എല്ലാം അങ്ങോട്ട് തർത്തീപായിട്ടില്ല. പിന്നെ എല്ലാത്തിനും നമ്മൾ തന്നെ ഓടണമല്ലോ. ഇത് ബേബി ഇടേണ്ടി വരും, എൻ്റെ കൊണ്ട് പറ്റൂല. എൻ്റെ അപ്പം സെയിം എന്നല്ലേ. എനിക്ക് നല്ല നീളമുണ്ട്. എൻ്റെ മറ്റേ മരം കൊത്തിയിട്ട് ചൂണ്ടോട്ടിരിക്കണം. നോക്ക്, ഇങ്ങനെയാണ് വെക്കേണ്ടത്, അല്ലാണ്ട് നഖം കൊണ്ടല്ല ഇടേണ്ടത്. നോട്ടാ, ഞാൻ തുറന്നോട്ടെ. ശരിക്കും കാക്കയുടെ ചുണ്ടുകൂട്ട് കയ്യേ. നെയിൽ എക്സ്റ്റൻഷൻ ഒക്കെ വെച്ചാൽ ഭയങ്കര പാടട്ടെ നമുക്ക്. ഇങ്ങനെ കമ്മലൊക്കെ ഉണ്ടാവും, പക്ഷേ ഭംഗിനേക്കാൾ ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അത് പോക്കണം, എന്തൊക്കെ പാടാണ്. എന്നാലും നമ്മൾ ചെയ്യും, അത് വേറെ സാധനം കേട്ടോ. ഇട്ടില്ല. ഞാനിങ്ങനെ കൊള്ളുമ്പോ ആദ്യം നഖാ കൊള്ളുന്നേ, നഖം കൊണ്ടല്ല പിടിക്കുന്നത്. എന്താണ് നോക്കിയേ? ആർക്കാ നീളം കൂടുതൽ? എനിക്ക്. മുടി കളർ ചെയ്യണ്ടേ? ആ മുടി കളർ ട്രൈബിലേക്ക് ഒന്ന് ഇതാക്കണേ. ഇന്ന് നമുക്കെല്ലാം വിളിച്ച് സെറ്റ് ചെയ്യണം. ഹിയർ വി ഗോ. ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടർ ഫ്രം മൈ ഹോട്ട് ബേബി. ചിയേഴ്സ്. ചിയേഴ്സ്. ഇത് ഹോട്ട് വാട്ടർ അല്ല, ഇത് താഴെ തിളപ്പിച്ച് ലാവ് പോലെ താക്കിയ വെള്ളമാണ്. ജന്തു അത് കുടിക്കും. അതാ അഭിനയം.
മോളെ എന്ത് ചൂടാണ്. അത് ഞാൻ കിച്ചണിൽ കയറണം. ചൂടുള്ളതൊക്കെ കറക്റ്റ് കുടിക്കാൻ പാകത്തിന് കിട്ടണം നോക്കി. ഇവള് ഡ്രാഗൺ കുടിക്കാനുള്ള വെള്ളമാണ് ഇവള് ഉണ്ടാക്കല്. ബിക്കോസ് യു ആർ എ ഡ്രാഗൺ. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞപ്പോഴാണ് മറ്റേ എന്തെന്നാ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ല ഇതിനോ? ആണോ? ആ ഡ്രാഗൺ തിന്നാ അതെവിടെ പോയി? നമ്മൾ കഴിച്ചിട്ടുണ്ടായില്ലേ? ഡ്രാഗൺ ഫ്രൂട്ട് അത് ജസ്റ്റ് ഒന്ന് വന്ന് കൊടുത്ത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാങ്ങിയില്ല ഇതിനോ? വാങ്ങിയിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ വാങ്ങിയിട്ടില്ല. എനിക്ക് എന്തോ ഒരു ഓർമ്മ. ഓക്കെ, അപ്പൊ ഡ്രാഗൺ എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ ഇരിക്കേ മറ്റേ ഗെയിം ഓഫ് ത്രോൺസ് ഇല്ലേ? ഗെയിം ഓഫ് ത്രോൺസ് ആണെന്നാണ് ഒരു പെണ്ണ് 3 ഡ്രാഗണൊക്കെ എനിക്കറിയാം. അതിന്റെ ഇത് ഞാൻ ഭയങ്കര പവർഫുൾ ക്യാരക്ടറാ. നമുക്കൊന്നിരുന്ന് കാണണോട്ടാ. ആണ് കുറെ പേര് ആ സമയത്ത് ഗെയിം ഓഫ് ത്രോൺസ് കാണുന്നപ്പോ ഞാൻ ഗെയിം ഓഫ് ത്രോൺസ് കാട്ടണം അങ്ങനെ വിചാരിച്ചു. പക്ഷെ നല്ല രസമുണ്ട് പെണ്ണിന്റെ ആ റീല്. മദർ ഓഫ് ഡ്രാഗൺസ് എന്ന് വിളിക്കോളാം. ഞങ്ങളിപ്പോ അവസാനം തീരുമാനങ്ങൾ മാറ്റി ഫുഡ് ഉണ്ടാക്കാന്ന് കരുതിയായിരുന്നു. പക്ഷെ ഓൾ ഓഫ് എ സഡൻ തീരുമാനം മാറ്റി പുറത്തുനിന്ന് ഫുഡ് വാങ്ങാന്ന് വിചാരിച്ച് മലപ്പുറം കത്തി. ഞങ്ങള് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ അവളൊന്ന് വാങ്ങാം. പക്ഷെ നമ്മള് നല്ല ടയർഡാട്ടോ. ഭയങ്കര വേദന ഇവിടെയൊക്കെ. വാൾനട്ട് കഴിക്കല്ലോ. ഉള്ള ബ്രെഡിന്റെ ഒക്കെ ഡേറ്റും കഴിഞ്ഞ് ഇപ്പൊ സാധനങ്ങളും മര്യാദക്ക് വാങ്ങണം. അങ്ങനെ നമ്മുടെ സോ ഫുഡീസിലെ ഫുഡ് വന്നിട്ടുണ്ട്. അയ്യോ, സോ ഫുഡീസ് എന്ന് പറയുമ്പോ നമ്മുടെ നാരുവിനെയൊക്കെ ഓർമ്മ വരുന്നു ഗായ്സ്. സാബു മാൻ, നാരു മാൻ. അവൻ കൊല്ലും സ്ഥലമാണ്. അങ്ങനെ നമ്മള് ബർഗറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ബർഗറും നാരങ്ങ വെള്ളവും. അതിന് നീ എന്തതല്ലേ? ഓ, ഇവൾ ഈ ഡയലോഗ് എന്നെ പറഞ്ഞ് മനുഷ്യനെ വെറുപ്പിച്ചിങ്ങോട്ട് കൈ തരാന്നാണ്. എനിക്ക് ആ ഡയലോഗ് എന്നെ ഇപ്പൊ ഇഷ്ടമല്ലാണ്ടായിപ്പോയി. അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമല്ല? എന്നെ ഇഷ്ടാണോ അല്ലയോ? ധൈര്യം ഉണ്ടെങ്കിൽ നോക്കി പറ. എടുക്കുമ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നിക്കാണ്ട് അന്തം വിട്ട പിഴച്ചാഴിയല്ലേ കാറിത്തുപ്പി. കണ്ണാൻ തുമ്പി ഒന്ന് പാടിക്കൊടുത്തേ. ഇല്ല, അതെനിക്ക് തോന്നണം, അപ്പളാ ഞാൻ പാടും. നിനക്കെന്താ തോന്നുക? ഇതാണ് ബർഗർ, മിനി ബർഗർ. ഓ, ഭയങ്കര മിനി ആയി പോയിട്ടോ. നമുക്ക് ചോറുണ്ടാക്കാം. നമ്മള് ഇന്ന് സർവ്വമായം കാണാൻ പോവും. അതിന് മുന്നേ നമ്മൾ ചോറുണ്ടാക്കും. നമ്മൾ ചെറുതായിട്ട് അതാണ് ആ പൊട്ടറ്റോ. ഇതിലും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കും. നീ എല്ലാം ഇങ്ങനെ ഒറ്റക്ക് തിന്നും കള്ളിപ്പെട്ട്. ഓ, ഇതാണോ ഒരു പൊട്ടറ്റോ? ഇത് മറ്റേ പൊട്ടറ്റോ ഫ്രൈ ആണല്ല. പഴംപൊരിയാ. എന്താ മധുരാണോ? മധുരല്ല. തിന്ന് നൊച്ച കേൾപ്പിക്കല്ലേ ദയവ് ചെയ്തിട്ട്. കൊള്ളാം. നിന്റെ ടേസ്റ്റ് ബഡ്സ് ചത്തിരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തിന്നിട്ട് വരാം അല്ലേ? തിന്നുന്ന ഒച്ച കേൾപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇതാണ്ടോ മിനി ബർഗർ? ഭയങ്കര മിനിയാ. ഭയങ്കര മിനി ആയിപ്പോയി. ഇങ്ങനെ മിനിയാക്കാം കേട്ടോ. അപ്പൊ തിന്നിട്ട് വരാം. ഓക്കെ, നീ പോയി തിന്നിട്ട് വാ. കട്ടേ ഇല്ല, കട്ടേ ബേബി. കട്ടയായിട്ട് അല്ലെങ്കിൽ ബർഗറിന്റെ സ്ഥാനത്ത് ഞാൻ കയറി ഇരിക്കേണ്ടി വരും. ശരി. ഇപ്പോൾ സമയം എന്താ വൈകിട്ട് 6:30 ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് 7 മണിക്കൊരു വ്ളോഗ് പോകാനുണ്ട്. പിന്നെ നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാ ലൈക്ക് വ്ളോഗ് നമ്മുടെ വ്ളോഗ്സ് ഇടുന്നത് യൂട്യൂബിൽ 7 മണിക്കായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ സമയത്തിൻ്റെ കാര്യത്തിൽ അതിന് ഡൗട്ട് വേണ്ട. 7 മണിക്കായിരിക്കും നമുക്ക് വ്ളോഗ് ഉണ്ടെങ്കിൽ വ്ളോഗ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. എനിക്ക് തുണി വിരിച്ചിടാനുണ്ട്. അവിടെ കുറച്ച് നേരം കിടക്കുക. നമുക്ക് വയ്യ. അപ്പോൾ നമുക്ക് പീരിയഡ്സിൻ്റെ കുറച്ച് വയ്യായികകളുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിലൊക്കെയാണ് ആള്. അപ്പോൾ എനിക്ക് തുണി വിരിച്ചിടാനുണ്ട്. അത് കഴിഞ്ഞ് അവളുടെ ഒരു ഫോണിന് നമ്മൾ മറ്റേ ഇതൊട്ടിച്ചിട്ടില്ല, എന്ത്
സ്ക്രീൻ കാർഡില്ലേ അത് ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ അത് ഒട്ടിക്കാൻ പോകണം. എന്നിട്ട് നമുക്ക് രാത്രി ഫോറം മോളിലോട്ട് പോകണം മൂവി കാണാൻ. നിങ്ങളാരേലും ആ മൂവി കണ്ടോ, എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയട്ടോ, ഞങ്ങൾ എന്തായാലും വന്നിട്ട് പറയാം. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ മെഷീൻ. നമുക്ക് ബിഗ് ബോസ് ഇത് മെൻസ്ട്രൽ കപ്പിൻ്റെ ബാഗാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ മെഷീൻ. മഹാറാണി ചൂസ് ചെയ്ത മെഷീനാണിത്. എന്നിട്ട് കിടക്കണ കിടപ്പ് കണ്ടാ ഇപ്പം നല്ല സാധനം കേട്ടോ. ഓട്ടോമാറ്റിക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. നമുക്ക് ഇട്ടിട്ട് പോയാൽ മതി. ഇപ്പം ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വിരിച്ചിടണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് തുണികൾ എടുക്കാനുണ്ട്. പിന്നെ അതാ ഈ ഒരു പെർഫ്യൂം, ഇത് ആ സൈഡത്തിൽ കയറിപ്പോയി. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യണം. ആ ശ്രുതി രജനീകാന്ത് ചേച്ചിയുടെ ബ്രാൻഡാണ് അത്, പെർഫ്യൂം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യണം നമുക്ക്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം ഞാൻ പോയിട്ട് ആ തുണികളൊക്കെ എടുത്തിട്ട് വരട്ടെ. വേറൊരു സംഗതി തന്നെ കേട്ടോ, ഈ ഒരു ടോപ്പ് നിങ്ങൾ കണ്ടില്ലേ, ഇത് എനിക്ക് നൂറ ഔട്ടായ ആ സമയത്ത്, അതായത് നൂറ എവിക്റ്റ് ആയ സമയത്ത് കേട്ടോ, ആ സമയത്തിന് മുന്നേ ഞാൻ പോകുന്നില്ല. അപ്പോൾ പോന്നപ്പോൾ ഒരു കൊച്ച് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ അവിടെ വന്ന് സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് പറഞ്ഞ്, ഒനീലേട്ടനാണ് ആദ്യം കണ്ടത്. എന്നിട്ട് എന്നെ കാണണം പറഞ്ഞ്, എന്നിട്ട് ഞാൻ മേളിൽ ഇങ്ങനെ ഷോക്ക് അടിച്ച് ഔട്ടായതല്ല, ഷോളുള്ള ഒറ്റക്കാണ്. പിന്നെ അവിടെ ഉണ്ടായ ഇഷ്യൂസ്, തിരിച്ചിറങ്ങിയപ്പോൾ തിരിച്ചറിവുണ്ടായത് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഫുള്ള് വേറൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ കൊച്ച് അങ്ങനെ വിളിക്കേണ്ടത് പറഞ്ഞു ഒനീലേട്ടൻ. അപ്പോൾ ഒനീലേട്ടൻ്റെ കൂടെ ഞാൻ പോയി ചെന്നപ്പോൾ ഈ കൊച്ച് എന്താ ഇതും വേറൊരു ടോപ്പും അതുപോലെ 2 പാൻറ്റും നമുക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് ആ കൊച്ച്. അവളുടെ പേര് സ്നേഹ എന്നാണ്. ഇതിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് വന്നപ്പോൾ എനിക്ക് അങ്ങനെ അവളെ ഓർമ്മ വന്ന്. എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. പാൻറ്റ് നമ്മളിപ്പോൾ ഇത്തിരി തടിച്ചല്ല, മെലിഞ്ഞുകൊണ്ട് ലൂസാണ്. അപ്പോൾ അത് തടിക്കുമ്പോൾ ഇടാൻ പാകത്തിന് നമ്മൾ വെച്ചേക്കാണ്, അത് ഇട്ടിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എൻ്റെ ഫസ്റ്റ് കന്നി ഫാൻ മൂമെൻറ്റ്, അതായത് ആഫ്റ്റർ BB, അതായത് സൂൺ ആഫ്റ്റർ BB അത് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര എന്താ പറയുക, എന്താ ഞാൻ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എന്താ സംസാരിക്കേണ്ടത് പോലും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് നേരം ഇരുന്ന് ആ കൊച്ചിനോട് സംസാരിച്ച്, ആ കൊച്ച് എത്രയോ മണിക്കൂർ ട്രാവൽ ചെയ്ത് വരുന്നതാണ്. തമിഴ്നാട് തന്നെയാണ്, പക്ഷേ ദൂരമുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്തോ കൊടുത്തുനിന്ന്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ സംതിങ് സ്പെഷ്യലായിട്ട് തോന്നിയിട്ട്. അങ്ങനെയാണ് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ എന്തോ ഭയങ്കര, നമുക്ക് അത് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സംതിങ് സ്പെഷ്യൽ ഒരു ഫീലുണ്ട്. ഐ ഹോപ്പ് അത് എപ്പോഴും ഉണ്ടാവുമെന്ന്. ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു ഗൈസ് ഗിവ്, ഇറ്റ്സ് അബൌട്ട് വാട്ട് യു ഗൈസ് ഷോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ ആ മെമ്മറി വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആ കൊച്ച് തന്നല്ലേ നമുക്ക് സംസാരിച്ചതൊക്കെ ഓർമ്മ വരും. അതെനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അവിടെ എന്തോ കറണ്ട് കമ്പി പൊട്ടി, ഞാൻ പേടിച്ചു. ഞാൻ ന്യൂ ഇയർ കഴിഞ്ഞില്ലേന്ന്, ആർക്കൊന്നും പറ്റിയില്ലാന്ന് തോന്നുന്നു. പിന്നെ ചിലർ നമ്മുടെ ത്രിഫ്റ്റിങ്ങിൻ്റെ പേജിൽ ഇതാ ഈ ഒരു സ്വെറ്റ് ഷർട്ടും പിന്നെ പൊട്ടുന്നാടാ ഈ ഒരു സ്വെറ്റ് ഷർട്ട് നമ്മുടെ റെഡ് ഹാർട്ടുള്ളതും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളിപ്പോൾ എന്തായാലും ത്രിഫ്റ്റിന് നമ്മൾ ഇടുന്നില്ല, കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ട്രാക്കിൽ വീഴുന്നുള്ളൂ. ചില സാധനങ്ങളൊക്കെ ലൈഫിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഡിസിപ്ലിൻ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ വ്ളോഗിൽ കാണാത്തത്. പക്ഷേ ഇനി ഉണ്ടാവും കേട്ടോ. കാരണം ഇത് നമുക്ക് വേണം, യൂട്യൂബ് നമുക്ക് വേണം, നല്ല രീതിക്ക് കൊണ്ടുപോകണം. ഇതൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് നല്ല രീതിക്ക് വൃത്തിക്ക് പോകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. സോ നമ്മളത് സീരിയസ്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ത്രിഫ്റ്റ് അതിൻ്റെ ഇതിൽ കുറേ സാധനങ്ങൾ ഇനി വരാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. അതുപോലെ ഇത് ചോദിക്കുന്ന ആൾക്കാരോടാണ്, ഇതിപ്പോൾ നമുക്ക് കൊടുക്കാൻ അങ്ങനെ തോന്നുന്നില്ല ത്രിഫ്റ്റിന് ഇടാനായിട്ട്. കാരണം ഇറങ്ങിയപ്പോൾ കുറേ മൊമെൻറ്റ്സും മെമ്മറീസൊക്കെ ഈ ഡ്രസ്സിൽ കുറേ കണ്ടു. അപ്പോൾ എന്തോ സംതിങ് ഒരു സ്പെഷ്യൽ ഫീലാണ് കേട്ടോ ഇത്, മറ്റേ ആ റെഡും. അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഇതിലൂടെ പറയാമെന്ന് വിചാരിച്ചു. ഈ ഡ്രസ്സൂടെ കയ്യിൽ വന്നപ്പോൾ വേറൊരു മെമ്മറി വന്നു. എന്താ സോൾ സ്റ്റോറിൽ നിന്ന് എടുത്ത്, പിന്നെ ബ്രാൻഡിൻ്റെ ഇതാണ്. പക്ഷേ നല്ല ഡ്രസ്സാണ് അവിടുത്തെ, നിന്നു നല്ല പോലെ, നല്ല ക്വാളിറ്റി ഉണ്ട്. കുറച്ച് പൈസ ഉണ്ടെങ്കിലും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചോദിക്കുന്നവരോട് ഞാൻ റിയലി സോറി, ഇത് നമ്മളിപ്പോൾ കൊടുക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി പോയി തുണി എടുത്തുകൊണ്ട് വരട്ടെ, അല്ലെങ്കിൽ അവൾ എണീക്കുമ്പോൾ എന്നെ വെട്ടി കൊല്ലും. ഞാൻ ആദ്യം ശരിക്കും ഈ മെഷീൻ പറഞ്ഞപ്പോൾ നമുക്ക് ഓൾറെഡി മെഷീൻ ഉണ്ടല്ലോ, അത് സെമി ആയിരുന്നു. അപ്പോൾ അത് നല്ലതാവില്ല എന്നൊരു ഡൗട്ടാകുന്നുണ്ടോ. ബട്ട് ആസ് യൂഷ്വൽ ആസ് ഓൾവേസ് അവളുടെ ഡിസിഷൻ കറക്റ്റായിരുന്നു. നമുക്ക് നല്ല യൂസ് ഉണ്ട്.
മറ്റേതിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററുമാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഡിസിഷൻ തെറ്റിയിട്ടില്ല. എനിക്ക് തോന്നിയിരിക്കുന്നത് ലൈഫിൽ കുറച്ചും കൂടെ അവൾ പറയുന്ന ഡിസിഷൻസ് കൺഫ്യൂഷൻസ് ഉള്ള ടൈമിലാണെങ്കിൽ എല്ലാത്തിലും അവൾ പറയുന്നതൊക്കെ വർക്ക് ആവുന്നുണ്ട്. ഇവന്തോ അവളൊരു പൊട്ടത്തിലോട്ടിരിക്കുന്നെങ്കിലും എനിക്ക് തോന്നുന്നു അവൾക്ക് ബെറ്റർ വിഷൻ ഉണ്ട് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. അല്ലെങ്കിൽ ഇത് എന്ത് എടുത്താലാണ്, അല്ലെങ്കിൽ ലൈഫിലെ ഏത് ഡിസിഷൻസാണ് ഒരു ടൈമിൽ എടുക്കേണ്ടത്, അതെടുത്താൽ എന്താകും എന്നുള്ളൊരു സംഗതിയിൽ അവൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട്. അങ്ങനെ നമ്മുടെ തുണിയൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാമെന്ന് പറയാം. കുറച്ച് നേരം ഫോണിൽ കളിച്ച് വ്ളോഗ് പോയിട്ടുണ്ട്, അപ്പായിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് വ്ളോഗ് എല്ലാ ഡെയിലി അപ്ലോഡ് ചെയ്യുമെന്നുള്ളതിൽ. ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതല്ലായിരിക്കും, ഇടയ്ക്ക് ലൈവും വരും വ്ളോഗും വരും. പക്ഷേ നമ്മൾ ഡെയിലി ബേസിസ് നമ്മൾ കോണ്ടൻറ്റ് അപ്പാക്കുന്നതായിരിക്കും കേട്ടോ. അത് എനിക്ക് ഈ ഒരു വ്ളോഗിൽ ക്ലാരിഫൈ ചെയ്യാമല്ലോ. അപ്പോൾ അതങ്ങനെയായിരിക്കും. പക്ഷേ ലോങ് വ്ളോഗ് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് 7 മണിക്കായിരിക്കും. അപ്പോൾ അതിൽ കണ്ടുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഇതിൽ പറഞ്ഞിട്ടാ കേട്ടോ. പിന്നെ പാത്തുമ്മ പിന്നെ നല്ല ഉറക്കത്തിലായി. നല്ല പോത്ത് പോലെ ഇടുന്ന് ഉറങ്ങാൻ എണീച്ചിട്ടില്ല. അപ്പോൾ കിച്ചണിൽ ഞാനൊന്നും ഉണ്ടാക്കിയുമില്ല. എനിക്കും നല്ല ബോഡി പെയിൻ ഉണ്ട് വർക്കൗട്ടിൻ്റെ. അപ്പോൾ അത് ഉണ്ടാക്കണം. കുറച്ച് റെസിപ്പീസൊക്കെ നോക്കിയിട്ടിട്ടുണ്ട്, കുറച്ച് പ്രോട്ടീൻ റിച്ച് മീലും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. പക്ഷെ നാളത്തോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മടിയാവുന്നു, പക്ഷെ അങ്ങനെ പോയാൽ ശരിയാവില്ല, ഹെൽത്തും വേസ്റ്റ് ആവും. അപ്പോൾ അത് സെറ്റാക്കണം. കൊതുക് കയറിയിട്ടുണ്ട്. ഞാൻ ആ പുറത്ത് അത് വിരിക്കാൻ പോയാൽ പിന്നെ. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ സമയം 8:12 അയക്കുന്നത്. അപ്പോൾ ഇനി സമയമുണ്ട്, നമുക്ക് 10:30 10:40 എന്തോ ആണ് പാടാം. അതിന് മുന്നേ നമുക്ക് നമ്മളുടെ കുറേ പേര്, ഞാൻ സബ് ടൈറ്റിൽസിന് ഇങ്ങനെ ആളെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് സബ് ടൈറ്റിൽസ് AI വെച്ചിട്ട് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടത് ഒരു എഡിറ്റർ ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയുടെ സബ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ടില്ല. അപ്പോൾ നമ്മൾ സബ് ടൈറ്റിൽ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കൂടെ ഒരാളെടുത്തിട്ടുണ്ട്. അപ്പോൾ ആളാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മളൊരു ഡെമോ നോക്കി, ലൈക്ക് എക്സിസ്റ്റിംഗ് വീഡിയോയുടെ ഒരു ഡെമോ നോക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡെമോ ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പ്ലേ ആക്കി നോക്കണം. അതിനാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത് ആക്ച്വലി. അപ്പോൾ നമുക്ക് ഫോൺ വഴി മിറർ ചെയ്തിട്ട് ഇതൊരു കൊച്ചൊക്കെ എന്തോ ഡാൻസ് കളിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിങ് കാര്യങ്ങളും ഇഷ്ടമായോ, എന്താണ് നിങ്ങളുടെ പാട്, അതും കൂടെ ഒന്ന് പറയണേ. ഞാൻ അപ്പോൾ അത് കണ്ടിട്ട് വരാം കേട്ടോ. അൺബോക്സിംഗ് ഒന്നും നടന്നിട്ടില്ല ഇന്ന്. അപ്പം ഞാൻ അത് കണ്ടിട്ട് വരട്ടെ, അല്ലെങ്കിൽ പാത്തുമ്മ അനങ്ങുന്നുണ്ട്. നമ്മുടെ പാത്തുമ്മ കുട്ടി എണീച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിനിടയ്ക്ക് കോള് വന്ന്. ഹൗ ആർ യു പാത്തുമ്മ? അത്ര ഓക്കെ അല്ല, ബിക്കോസ് പീരിയഡ്സിൻ്റെ ആ ഒരു ഇതില്ലേ, അത് നല്ലോണം ഇതാവുന്നുണ്ട്. സോ അതാണ് ഈ കൂടി ഇങ്ങനെ ഇരിക്കുന്നത്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പീരിയഡ്സ് ആണ് ആവുന്നുമില്ല, ആവാൻ പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണോ? എന്നിട്ട് ഇറ്റ് ഹേർട്സ് ബട്ട് ഐ ആം ദേർ വിത്ത് യു. ഇവർക്ക് പീരിയഡ്സിന്റെ സമയത്ത് ഞാൻ അടുത്ത് വരുമ്പോൾ എന്നോട് ദേഷ്യ, ഞാനെന്തോ ചീനാപ്പിളിക്കിടൂട്ടാണ് എന്നെ ഇവള് കൺസിഡർ ചെയ്യുക. പക്ഷെ എന്നോട് ചീനാപ്പിളിക്കി പ്ലിക്കി അല്ലേ? വേറൊരു കാര്യമാണ്, നിങ്ങളെല്ലാവരും വിചാരിക്കും ഇവളെപ്പോഴും എൻ്റെ ഷോൾഡറിൽ കിടക്കണുണ്ട് ഇവളാണ് ഭയങ്കര പേഴ്സണൽ സ്പേസ് ഇൻവേഡ് ചെയ്യുന്ന ആളെന്ന്. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും ഞാനാണ് ഇവളുടെ അടുത്ത് അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ മാന്തിപ്പറച്ച് ഇങ്ങനെ എന്താ അതിനെ പറയണ, ഇങ്ങനെ ബോബും ലാരിയുടെ ഇരിക്കേണ്ട നീ ഞങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളത് കണ്ടിട്ട് വരട്ടെ കേട്ടോ, നിങ്ങളവിടെ ഇരിക്കി. അങ്ങനെ നമ്മൾ റെഡിയൊക്കെ ആയി കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാ പോകാൻ പോകുന്നു? നമ്മൾ മൂവിക്ക് പോകാൻ പോകുന്നു, ഫോറം മോളിൽ പോകാൻ പോവുകയാണ്. ഇതാണ് നമ്മളുടെ ഔട്ട്ഫിറ്റ്. ഇത് മെൽക്കാന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. മെൽക്കയിൽ ഇങ്ങനെ മോഡസ്റ്റ് ആയിട്ടുള്ള നല്ല നല്ല ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബിഗ് ബോസ് പോകുമ്പോഴും കുറെ ഔട്ട്ഫിറ്റ്സ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് നിങ്ങൾ കണ്ട ഓൾമോസ്റ്റ് അമ്മണി ഒന്നല്ല, കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമ്മൾ മെൽക്കെന്നാണ്
എടുത്തിട്ടുണ്ടായിരുന്നത്. അവര് ഇപ്പൊ റീസെന്റ് 30K അടിച്ച് കൺഗ്രാറ്റുലേഷൻസ്. അവരുടെ പേജ് ഞങ്ങൾ താഴെ കൊടുത്തേക്കട്ടെ, അപ്പൊ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സ്ഥലം തൃപ്പൂണിത്തുറയാണ്. അടിപൊളി ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇമ്പോർട്ടഡ് ആണ്, പ്രൈസും റീസണബിൾ ആണ്, നല്ല ഹൈ പ്രൈസ് അങ്ങനെ ഒന്നുമല്ല. അപ്പൊ അതും കൂടെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മള് എന്തിനാണ് പോകുന്നത്? സർവമായി എന്താണ് സർവമായി പറ. സർവമായി സർവമായി സർവമയം. സർവമയം ബേബിക്കറിയോ? സർവമയി എന്നാണ്. സർവമായി അത് ഞാൻ പറഞ്ഞത്. ബേബി ഒന്ന് സർവമയി എന്ന് പറഞ്ഞ അങ്ങനല്ലേ പറയണ്ടത്? എനിക്ക് നീട്ടോണ്ട് എന്തെങ്കിലും കാട്ടെ. എനിക്കറിയില്ല. സർവമായമാണോ? മായമല്ല, മായൊന്നല്ലോ, സർവമായി ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മള് അൺബോക്സിംഗ് ഒന്നും നടന്നില്ല. നമ്മള് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം അല്ലേ ബേ. ഊബർ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എന്താ, അപ്പൊ നമുക്ക് പോവാം. മൂവി 10 മണിക്കാണ്. മൂവി 10 മണിക്കാണ്. അവിടെ ഇരുന്ന് ഉറങ്ങൂലായിരിക്കും. നല്ല പടമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മള് ജവർമ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഓർഡർ ചെയ്തിട്ട് അവരെ എപ്പോഴും എത്തിക്കണം. അപ്പൊ നമുക്ക് ഇറങ്ങാം guys. നമുക്ക് പോണെങ്കിൽ കഴിച്ചിട്ട് പോവാം. ബാക്കിയുള്ളത് പിന്നെ കാണാം. What she mean? Which mean? That mean, you know. അതിന് തുറക്ക് തള്ളേ. അപ്പൊ ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് എത്തി. ലേറ്റ് നൈറ്റ് അഗൈൻ. എത്ര മണിയായി? 1 മണിയായി. 1 മണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ മൂവിയൊക്കെ കണ്ടെന്ന് വെച്ചാ അടിപൊളി മൂവിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അതിലെല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസും ഉണ്ട്. ഞാൻ പറഞ്ഞ പേര് തെറ്റായി കേട്ടോ. സർവമായി അല്ല, സർവമായ. അപ്പൊ നല്ല പടമായിരുന്നു. നമ്മള് കൊറേ ചിരിച്ച അവിടെ ഇരുന്നിട്ടാ. ഇവളുടെ പിന്നെ തെറ്റുകൾ ഇപ്പൊ നിങ്ങക്ക് ഒരു പുത്തരിയല്ല അല്ല. എല്ലാ പ്രാവശ്യം എന്തിനു പോട്ടെ, തെറ്റ് പറയണം. കൈമാറ്റിച്ചിരിക്കും പോത്തെ. അപ്പൊ നല്ല പടമായിരുന്നു. കുറച്ച് നാളെത്തിയിട്ട് നല്ലോണം ഒന്ന് ചിരിച്ച് നല്ലൊരു അല്ലേ, നല്ലൊരു വൈബ് വടിയടുത്ത് കണ്ടതില് നല്ലൊരു പടം. നല്ല രസമുണ്ടായിരുന്നു. ആ പ്രേതത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രേതത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡും. നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം കേട്ടോ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ. കാരണം എന്നാലേ ആ ഒരു എഫക്ട് കിട്ടത്തുള്ളൂ. ഞാൻ ഇടക്കൊന്ന് പേടിക്കുകയൊക്കെ ചെയ്തു. ശരി വന്നില്ല പറഞ്ഞു. പേടിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും നല്ല പടമാണ്. കണ്ടവരാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നോട് പറയണേ. യെസ്, ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിന്നൊക്കെ. ഹാപ്പിയായ ലൈക്ക് നല്ലൊരു പടമായിരുന്നു കേട്ടോ. I really loved it. Like I really loved it. Like I loved it. like അത്ര തന്നെ ഉറക്കമൊന്നും വന്നില്ല. ഇവൻ ഉറക്കം വന്നിക്കെങ്കിലും കൂടിയിട്ട് ഉറങ്ങിപ്പോയില്ല. എന്താന്നുള്ള അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തി പടം. തോര ഉണ്ടായിരുന്നല്ലേ കാണാൻ. യെസ്, മടുപ്പൊന്നും ഇല്ലായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് പടം കേട്ടോ. അത്ര എന്താവുന്ന നമുക്ക് വിചാരം വരൂല അല്ലേ ബേബി. അങ്ങനത്തെ ഒരു ജൈപ്പടം, നല്ല പടം. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് പോയത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായോ ഇല്ലേ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഞാൻ അറിയിക്കണം? നീ അറിയിക്കണ്ട. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം, മറക്കരുത്. ദിസ് വാസ് അവർ ഡേ. എല്ലാ ഡേയും ഇങ്ങനെ ആവണമെന്നില്ല. വെറൈറ്റി ഡെലിവറി ഡേ. അപ്പൊ ഇന്നത്തെ ദിവസം എന്തായാലും ഇങ്ങനെയായിരുന്നു. സോ ഹൈപ്പ് ബട്ടൺ ഇതില് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കാം. മേ ബി ഹൈപ്പ് ബട്ടൺ കണ്ട ഹൈപ്പ് ബട്ടൺ ഫുൾ ഹൈപ്പ് ആണ് ഗൈസ്. ഹൈപ്പ് ഇറ്റ് ഓൺ. കമന്റ് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അല്ലേടി, thank you for bearing us. Thank you so much for watching. See you next time.